ജമുനയെ ചോദ്യം ചെയ്യുന്ന കർണാടക പോലീസ് ഇഷയെപ്പറ്റിയും അന്ന് ആക്സിഡന്റ് നടന്നതിനെക്കുറിച്ചും ജമുനയോട് ചോദിക്കുന്നു. സുദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം രവിയെ വിളിച്ചു പറയുന്ന സിറിൾ ജയസുധയോടും അയാൾ ഇക്കാര്യം പറയുന്നു. വിഷമവൃത്തത്തിലാവുന്ന ജയസുധ സുദീപിനെ ചോദ്യം ചെയ്യാൻ അയാളെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെടുന്ന കർണാടക പോലീസ്. സുദീപിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഇനി തുടർന്ന് കാണുക. സർ, എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ അവളെ കണ്ടിട്ട് കൂടിയില്ല. ഞാൻ മുമ്പ് കണ്ടത് തന്നെ ആക്സിഡന്റിന് അന്ന് ഓഫീസിൽ വെച്ചാ. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. Who is നിശാന്തിനി ശങ്കർ? തെരയുമോ ഉനക്ക്? ഞാൻ കേട്ടിട്ടുണ്ട്. ഇഷയുടെ അമ്മയാണത്. മേലൊരു കംപ്ലൈന്റ് പോട്ടിருக்கு. മാൻ മിസ്സിംഗ് കേസ്. അവരോட മകളെ കാണാമ പോച്ച്. സർ, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന എൻ്റെ ടീം മെമ്പറാ. വേറൊന്നും എനിക്കറിയില്ല. She is missing from 19th December 2015. അതേ ഡേറ്റില് ജമുനാവും മിസ്സിംഗ്. The same day നീ ജപ്പാനുക്ക്. சொல்லு இஷங்க சொல்லு. உனக்கு தெரியாம அவ எங்கேயும் போக மாட்டேன். எங்கேயாவது போனா கூட எப்படியாவது உன்னை அவ காண்டாக்ட் பண்ணுவா. மெயின் வாட்ஸ்அப் எப்படியாவது சொல்லடா. സർ, എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നെയൊന്ന് വിശ്വസിക്കൂ. ഇഷ എവിടെയാണെന്ന് എനിക്കറിയില്ല. സത്യം. ബാലു ആക്സിഡന്റായി അതേ ബൈക്കിലെ ഇഷയും പോയത്. അപ്പോ അത് വേറെ ആരെങ്കിലും ചെയ്തായിരിക്കില്ലേ സർ? ഒരു തേർഡ് പേഴ്സൺ, ബാലുവിനോട് വൈരാഗ്യമുള്ള ആരെങ്കിലും. സാറിപ്പോൾ ഇഷയെക്കുറിച്ച് മാത്രമാണ് ചോദിക്കുന്നത്. ബാലുവിനെ ഫോളോ ചെയ്ത ആരെങ്കിലും ആയിക്കൂടെ സാർ? അത് അങ്ങനെ പോസിബിലിറ്റി ഇല്ലേ? அப்படின்னா இந்த ஆக்சிடென்ட்ல ஏதாவது பிசினஸ் ப்ராப்ளம் இருக்குன்னு நாங்க நம்பணும். அப்படித்தானே? ഐ എം നോട്ട് ഷുവർ. എനിക്കറിയില്ല സർ. அப்படியா? செல்வம் സാർ, இவ அருமையான கில்லாடி. സാറല്ലേ, എടാ ഞാൻ ഇറങ്ങാം. എൻ്റെ വണ്ടി പോവാം. വേണ്ട. ഹേയ് സുദീപ്, ഞാനിവിടുന്ന് ഓട്ടോ പിടിച്ച് പോയിക്കോളാം. ഞാൻ കൊണ്ടാക്കാന്ന്. എനിക്ക് സുദീപിനോട് കുറച്ച് സംസാരിക്കണം. ഒന്ന് വരൂ. പോലീസ് എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഞാൻ പെട്ട പാട് എനിക്കും ദൈവത്തിന് മാത്രം അറിയൂ. എന്തിനാണെന്ന് നിനക്കറിയാലോ. നീ അത് അറിയണം. യാതൊരു തെറ്റും ചെയ്യാത്ത ഞാനിതിന്റെ ഇടയിൽ കിടന്ന് മാസങ്ങളായി ഉരുകുന്നത് എന്റെ കൂട്ടുകാരിക്ക് വേണ്ടിയാ, ഇഷയ്ക്ക് വേണ്ടി. അവളെയും കുഞ്ഞിനെയും നീ സ്വീകരിക്കുമെന്ന ഒറ്റ പ്രതീക്ഷയില്ല ഞാൻ ഒന്നും പറയാതെ പോലീസിന് നിന്നെ രക്ഷപ്പെടുത്തിയത്. അവളുടെ കണ്ണീരിനൊരു ഫലം വേണം. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടണം. മറിച്ച് എന്തെങ്കിലും സംഭവിച്ച നീ ഈ കാണുന്ന ജമുന ആയിരിക്കില്ല. പോലീസ് സ്റ്റേഷനിലെ സകല തെളിവുകളോടും കൂടി രേഖാമൂലം സാക്ഷിമൊഴി കൊടുക്കും ഞാൻ. നിനക്കെതിരെയും ദാ അവനെതിരെയും കൊലക്കുറ്റത്തിന്, ബാലുവിനെ കൊല്ലാൻ ശ്രമിച്ചതിന്. പിന്നെ നീ വിശ്വസ്തനെന്ന് കൊണ്ടുനടക്കുന്ന നീ കഴുകനുണ്ടല്ലോ, അവൻ നിന്നെയും തീർക്കും സുദീപ്. അന്നേ നിനക്ക് ഇവന്റെ യഥാർത്ഥ മുഖം മനസ്സിലാവൂ. ഇവനാ നിങ്ങളുടെ ജീവിതം ഈ പരുവത്തിലാക്കിയെന്ന് ഇനിയെങ്കിലും നീ തിരിച്ചറിയണം. എടാ, ഈശോ ഒരു പാവ. നീ എന്നൊരൊറ്റ മന്ത്രവുമായി ജീവിച്ച ഒരു പാവം പെണ്ണ്.
അവളുടെ വയറ്റിൽ കിടക്കുന്ന നിന്റെ കുഞ്ഞിനെ നീ വിട്ടുകളഞ്ഞ് വേറൊരു ജീവിതത്തിലേക്ക് നീ പോയാ അപ്പൊ കാണാം. എന്താടാ അവള് ഭയങ്കര ഇമോഷണായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്താ വിഷയം? അവളെ പോലീസ് അവളെ ഒരുപാട് ടോർച്ചർ ചെയ്തെന്ന്. ആ ചെയ്യണമല്ലോ. നമ്മളെയൊക്കെ അവള് മെന്റലി ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ലല്ലോ. എടാ അവക്കറിയാം ഇഷ അവിടെ ഉണ്ടെന്ന്. ഇപ്പൊ പോലീസ് കീഴടങ്ങിയ സകല പ്രശ്നങ്ങൾ തീർന്നില്ലേ? അവക്കറിയാലോ അവളെവിടെയാന്ന്. അവള് പറഞ്ഞോ? അവള് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, അവള് വാ തുറന്നിട്ടില്ല. അവളെ മെടുക്കി ഇഷ അരവിന്ദനെ ഞാൻ കൊണ്ടുവരും. നിന്റെ മുമ്പിൽ ഇവിടെ കൊണ്ടുവരും ഞാൻ. നിന്റെ കല്യാണം നടക്കണ്ടേ? ഞാൻ നടത്തി തരും. ഇല്ല പിന്നെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യോടാ? നീ വാടാ, നീ വണ്ടി കയറ്, വാടാ. സാറേ, അല്ല സാറ് പോവാണോ? പോകണ്ടേ പിന്നെ. അല്ല, എലക്ഷൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ വരുന്ന 16-ാം തീയതിയാ. ഒരാഴ്ചയായിട്ട് പറയെടുപ്പല്ലേ? ഓ, ഇന്നലത്തെ പോലെ വൈകുന്നേരം ക്ലബിലോട്ട്. ഓ സാർ, ബൈ. ഓ ഓക്കെ സാർ. ഓ ഈ ആക്സിഡന്റ് എന്നൊക്കെ പറയുമ്പോ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല രവി. അതും നമുക്ക് കണ്ണും കാതും എത്താത്ത സ്ഥലത്ത് നടന്നതല്ലേ. ഇനിയിപ്പൊ അങ്ങനെയല്ല, നമ്മുടെ സ്ഥലത്താ നടന്നതെങ്കിൽ ഇനിയിപ്പൊ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞ് നമുക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നാന്നോ? അല്ല ഭാനുവേട്ടാ. ഹലോ, പൊടിവൻ വന്നില്ല ഇതുവരെ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. മൊഴിയെടുത്തോണ്ടിരിക്കുകയായിരിക്കും. ഇല്ല, ഒന്നും കൃത്യമായിട്ട് പറഞ്ഞില്ല. ഞാനങ്ങോട്ട് വിളിച്ചോളാം. ശരിയെന്നാ. ഞങ്ങളുടെ KSRTCയിൽ ദിവസം എന്ത് കേസുകളാ! തട്ടിയതും മുട്ടിയതും മുട്ടാൻ പോയതും വീണതും തള്ളിയിട്ടതും സീറ്റ് കിട്ടാത്തത് വരെ ഇപ്പൊ കേസാ. ഞങ്ങൾ തട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് തട്ടിയിട്ട് കേസ് കൊടുക്കും. സർക്കാർ വണ്ടിയല്ലേ, ആർക്കും തോളത്ത് കയറാമല്ലോ. രവി, പൊടിമോന്റെ ഒരു ഇന്റർ സ്റ്റേറ്റ് കേസാണല്ലോ. ഇവിടത്തെ KSRTC അവിടെ ചെന്ന് അവരുടെ ബസ്സുമായിട്ടൊന്ന് തട്ടിയാൽ അവന്മാരൊക്കെ കൂടി കാക്ക കൂടുന്ന പോലെ കൂടും, നമ്മളെ വളഞ്ഞിട്ടടിക്കും. കുറ്റം മുഴുവൻ നമ്മുടേതാ. പക്ഷേ അവന്മാരുടെ കർണാടക ഇവിടെ നമ്മുടെ ബസ്സിൽ തട്ടിയാലോ കുറ്റം അപ്പോഴും നമ്മുടേതാ. നമ്മുടെ ആൾക്കാർ നമ്മളെ വളഞ്ഞിട്ട് തല്ലും. രണ്ടായാലും തല്ല് ഞങ്ങൾക്ക് തന്നെയാണല്ലോ എന്ന് പറഞ്ഞ പോലെയാ. പൊടിമോനെ കൊണ്ടുപോയത് കർണാടക പോലീസാ. അവര് വളഞ്ഞിട്ട് ചോദ്യം ചെയ്യും. വെറുതെ വിടില്ലവര്. ഇന്റർസ്റ്റേറ്റാ. മന്ത്രിതലത്തിൽ തന്നെ ഒന്ന് പിടിക്കേണ്ടി വരും. എന്തായാലും കേസെന്ന് പറഞ്ഞാൽ തന്നെ പുലിവാല. കൊണ്ടുപോയി ശ്രുതി, അങ്ങോട്ട് കൊടുക്ക. ആ, ഇതാരാ? എന്തൊക്കെയുണ്ട് വിശേഷം മോളെ? സുഖായിരിക്കുന്നോ? ഓഫീസിലൊക്കെ പോകുന്നുണ്ടോ? ഇപ്പോ ശ്രുതിയുടെ വിശേഷങ്ങളൊക്കെ കൂടുതൽ അറിയാവുന്നത് അച്ഛനാ. അവളുടെ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, ജയകൃഷ്ണൻ. അവരിപ്പോ വലിയ കൂട്ടാ. അച്ഛനുമായിട്ടാ ഇപ്പൊ കമ്പനി. ഒന്നാമത് പോലീസ് തോന്നുന്നത് പോലെ ആക്സിഡന്റിന് വകുപ്പുകൾ എഴുതി ചേർക്കും. കൊടുക്കുന്ന കാശിനും സ്വാധീനത്തിനും അനുസരിച്ച് അത് പിന്നെ കടുക്കും. ഒന്നാമത് അന്യ സംസ്ഥാനമല്ലേ, അതൊന്ന് അന്വേഷിക്കണം രവി. ഇല്ലെങ്കിൽ ചിലപ്പോ കുഴയും. എന്തായാലും പൊടിമോനും കൂടെ ഇങ്ങ് വരട്ടെ. അവനോടും കൂടെ ചോദിക്കണമല്ലോ എന്താ സംഭവിച്ചെന്ന്. പിന്നെ ചോദിക്കണം. ഇന്നത്തെ കാലത്തെ പിള്ളേരല്ലേ, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കുസൃതി ഒപ്പിച്ചു കാണും. ശ്രുതിയോട് എന്തെങ്കിലും വിളിക്കോ പറയോ മറ്റോ ചെയ്തിരുന്നോ മോളെ പൊടിമോൻ? ഇല്ല, വിളിച്ചില്ല. ഞാൻ വിളിച്ചു നോക്കിയപ്പോ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. പോലീസ് സ്റ്റേഷനല്ലേ, അവന്മാര് മൊബൈലൊക്കെ പിടിച്ചു വാങ്ങിക്കാണും. അത് അവന്മാരുടെ ശീലമാണല്ലോ. പോലീസ് വണ്ടി വന്നോ? കൊണ്ടുപോയത് പോലീസാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരേണ്ടതും അവന്മാരുടെ ഉത്തരവാദിത്വമാണ്.
അങ്കിളെ ഇത് ഇത്ര വലിയ കേസൊന്നുമല്ല, ചുമ്മാ ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. എങ്ങനെയോ ഒരു കാർ തട്ടി ഒരുത്തിയും താഴെ വീണു. അതിനൊക്കെ പോലീസ് ബാംഗ്ലൂരിൽ നിന്ന് വരുമോ? അതല്ലല്ലോ രവി ഇതിന്റെ നടപടിക്രമം. നിങ്ങൾ കേസിലെ സാക്ഷികളാണെങ്കിൽ പോലും ആദ്യം സമൻസ് അയക്കും. പോകാതെ വരുമ്പോഴല്ലേ വാറണ്ടും പോലീസും ഒക്കെ വരൂ. അത് കോടതിയിലൊക്കെ ചെന്ന ശേഷമുള്ള കാര്യങ്ങളല്ലേ അങ്കിളെ. അതൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ആക്സിഡന്റ് സമയത്ത് ഈ പയ്യന്റെ ബാക്കിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. എന്തോ ഒരു പെണ്ണ് എന്തോ ഒരു വശപ്പശക്ക് സെറ്റപ്പാ അല്ലേ ഒളിയാ, പേരിഷാന്ന അങ്ങനെ എന്തോ അല്ലേ അളിയാ. അവളെ അന്ന് മുതൽ കാണാനില്ലേ? കാണാനില്ല. ആ പയ്യനാണെങ്കിൽ അന്ന് മുതൽ കോമാ സ്റ്റേജിലുവാ. അവളെ കാണാനില്ല എന്നും പറഞ്ഞ ആ പെണ്ണിന്റെ അമ്മ പരാതിയും കൊടുത്തു. ബാലു കോമാ സ്റ്റേജിലായോണ്ട് ബാലുവിന്റെ പേരൻസും അവൾക്കെതിരെ പരാതി കൊടുത്തിരിക്കുക. നിങ്ങൾ എങ്ങനെ ഇതിൽ പെട്ടു? ഞങ്ങൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച ഞങ്ങളെ ഒന്ന് സഹായിച്ചു പോയാ. പിന്നെ പറയണോ കഥ? ഇതിനൊക്കെ ആരെങ്കിലും നിൽക്കുവോ മക്കളെ? കേസ് ഇന്റർസ്റ്റേറ്റാ. കാര്യം നടക്കണമെങ്കിൽ ഇന്റർസ്റ്റേറ്റ് ആണെങ്കിലും കേരള സ്റ്റേറ്റ് ആണെങ്കിലും കൊടുക്കണം ഡബിൾ ബെല്ല്, അല്ലേ ഭാനു? അത് തന്നെ കൊച്ചാട്ടാ, കൊടുക്കണം ഡബിൾ ബെല്ല്. കല്യാണത്തിന് ഡബിൾ ബെല്ല് കൊടുത്തോ അതോ ബ്രേക്ക് ഡൗൺ ആകുമോ? ഈ കൊച്ചാട്ടൻ ഡബിൾ നോർമൽ ആണല്ലോ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ കൊച്ചാട്ടാ. ഇപ്പോഴാ ഒന്ന് മനസ്സമാധാനായത്. ഇത്രയും ടെൻഷൻ പിടിച്ചൊരു ദിവസം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കല്യാണം പോലും മുടങ്ങിപ്പോവെന്ന് പേടിച്ചു. രവി ശ്രദ്ധിച്ചായിരുന്നോ പേര്? ഏത് പേര്? ആ ആക്സിഡന്റ് നടന്നപ്പോ അവന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ പെണ്ണിന്റെ പേര് സിർലു പറഞ്ഞില്ലേ? ഞാനത്ര ശ്രദ്ധിച്ചില്ല. എന്തോ ഒരു ഇഷയോ? ഇഷ അരവിന്ദ്. ഈ പേര് ഇതിനു മുമ്പ് ഈ വീട്ടിൽ പറയുന്ന രവി കേട്ടിട്ടുണ്ടോ? പറഞ്ഞപ്പോ എവിടെയോ കേട്ട പോലെ ഉണ്ട്. എവിടോ അല്ല, ഇവിടെ തന്നെയാ. നമ്മുടെ പൊടിമോനെ പണ്ടൊരു പെണ്ണ് പറ്റിച്ചിട്ട് പോയില്ലേ? അവന്റെ ഒപ്പം കമ്പനിയിൽ ജോലി ചെയ്തിരുന്നൊരു പെണ്ണ്. ഇപ്പൊ ഓർമ്മ വന്നു. നിങ്ങൾ ചേടത്തിയമ്മ അനിയനും മാത്രം അറിയാവുന്ന രഹസ്യം അവളാണോ ഇത്? കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. അവളുടെ സ്വഭാവം ഏതാണ്ട് ഇതുപോലെ ആയിരുന്നല്ലോ. കണ്ടവന്മാരുടെ കൂടെ കറങ്ങലായിരുന്നല്ലോ അവളുടെയും പരിപാടി. ഇനി നമ്മുടെ പൊടിമോൻ വല്ല ഹീറോയിസവും കാണിച്ചതാണോ? എന്തിന്? ഏതായാലും പറ്റിച്ചിട്ട് പോയതല്ലേ. എവിടെയെങ്കിലും ചെറിയൊരു വൈരാഗ്യം കിടന്നാലോ? അല്ലെങ്കിൽ പിന്നെ കൃത്യമായിട്ട് ബൈക്ക് ഇടിച്ചപ്പോ അവര് രണ്ടുപേരും കൂടെ രക്ഷിക്കാനെത്തിയത് എങ്ങനെയാ? അതിനൊന്നും പൊടിമോൻ നിൽക്കില്ല. ഇതിനെ വിധി എന്ന് പറയുന്നത്. അവൾ അവനെ ചതിച്ചപ്പോ ദൈവം അവൾക്ക് ശിക്ഷ കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോ അവളെ അവനെയും രക്ഷിക്കാനുള്ള യോഗം പൊടിമോന് കിട്ടി. അത്രയ്ക്കൊക്കെ നടന്നു കാണൂ. സബി, അച്ഛൻ പറയുന്ന പോലെ കണ്ണും കൈയും എത്താത്ത ദൂരത്ത് മക്കള് പോയാ പിന്നെ അവരെന്തൊക്കെയാ ചെയ്യുന്നേ, എന്തൊക്കെയാ ചിന്തിക്കുന്നതെന്ന് ആർക്കറിയാം. ചോരത്തിളപ്പുള്ള പ്രായമല്ലേ, പലതും തോന്നും. ഇനി അതിന്റെ കല്ലും നെല്ലും തിരിയുമ്പോ അറിയാം എന്തൊക്കെയാ പുലിവാലെന്ന്. എന്തായാലും നേരവും കാലവും കിട്ടുമ്പോ നീ അവനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നതാ നല്ലത്. മോളെ മോളെ സബി, മോളെ പിള്ളച്ചേട്ട ശ്രുതിയെ തിരക്കുന്നുണ്ട്. വല്ല മരുന്നും എടുത്തു കൊടുക്കാനായിരിക്കും. നമ്മൾ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞാൽ കുടിക്കത്തില്ലല്ലോ. മോള് പോയെന്ന് വിളിക്കവളെ. ഞാൻ വിളിക്കാമേ, അവള് മോളി കാണും. ശ്രുതി, ശ്രുതി, ശ്രുതി. താഴത്തുനിന്ന് എപ്പോഴാ മുകളിലേക്ക് കയറി പോകുന്നത്? അവർക്ക് ജ്യൂസ് കൊടുക്കാൻ നേരം ശ്രുതിയെ നോക്കിയപ്പോ കണ്ടില്ലായിരുന്നു. അവരൊക്കെ പോയോ ചേച്ചി? അവര് പോയി, ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ശ്രുതി, സുദീപിന്റെ ഫ്രണ്ട് സിറിലില്ലേ, അയാളും ഉണ്ടായിരുന്നു കൂടെ. ഞാൻ കിടക്കായിരുന്നു. ചെറിയൊരു തലവേദന പോലെ രണ്ട് സൈഡിൽ നിന്നും. അത് ചിലപ്പോ കണ്ണിന്റെ കുഴപ്പമായിരിക്കോ? ആ സ്പെക്സ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ കണ്ണും നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാം അല്ലേ? പിന്നെ ഇന്നലെ രാത്രി ഡോക്ടർ ദർശനം വിളിച്ചിട്ടുണ്ടായിരുന്നു.
സൂസൻ ഡോക്ടറെ പോയി കാണേണ്ട ദിവസം കഴിഞ്ഞൂന്ന്. ഞാൻ ആ കാര്യം ഓർക്കാതെ പോയി. നമുക്ക് നാളെ തന്നെ പോയി കണ്ടാലോ? അത് ചേച്ചി ചിലപ്പോ നാളെ ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ടായിരിക്കും, അതുകൊണ്ട്. എന്റെ ശ്രുതി, അതിനേക്കാളും വലിയ കാര്യമല്ലേ ഇത്? അതെ അതെ. ചേച്ചി, കേസിന്റെ കാര്യം എന്തായി? ഓ, ഒന്നും പറയണ്ട. കോളേജിൽ ചെന്ന് കേറിയപ്പോ തുടങ്ങിയുള്ള ടെൻഷനാ. ആ സിറിൽ ഇപ്പൊ വന്ന് സംസാരിച്ചപ്പോഴാ ടെൻഷനൊക്കെ ഒന്ന് മാറിയത്. അല്ല, സിറിലിനെ ശ്രുതിക്കറിയില്ലേ? പൊടിമോന്റെ ഫ്രണ്ടാ, നല്ല പിടിപാടുള്ള ആളാ. ഇനി ഇതൊന്നുമല്ല ഇതിന്റെ യഥാർത്ഥ കാരണം. ഞാനെന്ന് ശ്രുതിയോട് ഒരു പെങ്കൊച്ചിന്റെ പേര് പറഞ്ഞില്ലേ, പൊടിമോനെ ചതിച്ച ഇഷ അരവിന്ദ്. ആ, അവളാ ഇതിന്റെയും കുഴപ്പക്കാരി. അവളിപ്പോ പുതിയ ഒരുത്തിനെ പിടിച്ചിരിക്കുക. അവര് തമ്മിൽ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്. അതിന് പ്രതികാരം തീർക്കാൻ ആളെ വെച്ച് കൊല്ലാൻ നോക്കിയതാണ് പോലും. എന്നിട്ട് അവൾ അവിടെ ഒന്ന് മുങ്ങി. ഇപ്പൊ പോലീസ് അവളെ തെരഞ്ഞുകൊണ്ട് നടക്കുക. നമ്മുടെ പൊടിമോൻ എന്തൊക്കെയോ സഹായം ചെയ്താണല്ലോ. ഇപ്പോ അപകടം പറ്റി കിടക്കുക. അതിന്റെ മൊഴിയെടുക്കാൻ വന്ന പോലീസാ. സത്യത്തെ ഞാൻ വല്ലാതങ്ങ് പേടിച്ചുപോയി. അത്രേ ഉള്ളൂ അല്ലേ? ആ, അത്രേ ഉള്ളു കാര്യങ്ങള്. ആ പിന്നെ ശ്രുതി, അച്ഛൻ തിരക്കുന്നുണ്ടായിരുന്നു ശ്രുതിയെ. ഇപ്പോ എന്ത് വേണമെങ്കിലും ശ്രുതിയോടാണല്ലോ പറയുന്നത്. ഞങ്ങളോട് പറയണമെങ്കിലും ശ്രുതി വഴിയാണല്ലോ പറയുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ, സമാധാനം കിട്ടിയാൽ മതിയായിരുന്നു. അച്ഛൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ ചേച്ചി? എവിടുന്ന്? എല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ. കഴിക്കാൻ പറഞ്ഞിട്ട് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. മരുന്ന് കൊടുക്കേണ്ടതാ. വാ, മോള് തന്നെ വന്ന് എടുത്തു കൊടുക്ക്. ആ പിന്നെ ശ്രുതി, ഡോക്ടറെ കാണാൻ വൈകിക്കുന്നത് ശരിയല്ല കേട്ടോ. അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയാം. ഡോക്ടർ ഇങ്ങോട്ട് വരൂ? ഡോക്ടർക്ക് ബുദ്ധിമുട്ടാവില്ലേ അത്? ഒരു ബുദ്ധിമുട്ടുമില്ല. ദർശന പറഞ്ഞതേ ശ്രുതിയെ ഇങ്ങോട്ട് വന്ന് നോക്കാവുന്ന. ശ്രുതിയെ ഹോസ്പിറ്റലും ക്ലിനിക്കിലും ഒന്നും അഡ്മിറ്റ് ചെയ്യുന്നവരെ കൊണ്ടു നടക്കണ്ടെന്ന് ഞാൻ ദർശനെ വിളിച്ചു പറയാം. വാ. അച്ഛാ, ഇത് എന്തൊരു കടപ്പാ! ഭക്ഷണം വല്ലതും കഴിക്കണ്ടേ? എനിക്ക് വിശപ്പില്ല മോളെ. ഇങ്ങ് വന്ന് എണീറ്റേ. ഭക്ഷണം കഴിച്ചിട്ടേ മരുന്ന് കഴിക്കാനുള്ളതല്ലേ. എണീറ്റിരുന്നേ. ഇടയ്ക്ക് അമ്മയെങ്കിലും പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. ഇപ്പൊ അതും ഇല്ല. ഇത് ഫുള്ള് കഴിക്കണം കേട്ടോ. ദാ കഴിക്ക്. കഴിക്ക്. പൊടിമോന്റെ പേരില് എന്താ മോളെ കേസ്? അതൊരു വണ്ടി തട്ടിയ കേസാച്ചാ. ആരുടെ വണ്ടി? ആരെ തട്ടിയ കേസാ? അച്ഛനെന്താ പണ്ട് പോലീസിലായിരുന്നു? CBI മോഡലില് ക്വസ്റ്റ്യൻ ഒക്കെ. മോക്ക പൊടിമോന്റെ കൂടെ വന്ന ചെറുക്കനെ അറിയാമോ? എന്താ അവന്റെ പേര്? സിറിൽ. സിറിൽ. ആ, സിറിൽ അറിയാമോ? അറിയാം. അല്ല, അങ്ങനെയല്ല, എനിക്ക് അടുത്തറിയില്ല. ബാംഗ്ലൂരൊക്കെ കണ്ടിട്ടുണ്ട്. കഴിക്കച്ച. കള്ളം പറയുമ്പം അത് കള്ളമാണെന്ന് തോന്നണം. ഈ പോലീസുകാരൊക്കെ പെട്ടെന്ന് ആളെ കണ്ടെത്തുന്നത് മുഖത്ത് നോക്കിയ. എന്താ മോള് താഴോട്ടിറങ്ങി വരാഞ്ഞത്? അതച്ചാ, എനിക്ക് നല്ല തലവേദനയായിരുന്നു. അപ്പൊ കിടക്കുകയായിരുന്നു. മനഃപൂർവം അവനെ കാണാൻ താഴേക്കിറങ്ങി വരാതിരുന്നതാണല്ലേ ഇഷ അരവിന്ദ്? ഞാൻ ആരാന്നാ പറഞ്ഞേ? ഇഷ അരവിന്ദ്. ഇഷമോളല്ലേ?